എന്താണ് ഈ നന്ദോത്സവം? എന്താ, മഹാരാജന് വർഷങ്ങളായിട്ട് കുട്ടികളില്ലായിരുന്നു. ഇപ്പോൾ അതീവ സുന്ദരനായ ഒരു കുട്ടി അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഭഗവാൻ ഗുരുവായൂരപ്പൻ മകൻ ജനിച്ചു എന്നറിഞ്ഞപ്പോൾ നന്ദ മഹാരാജ് വളരെയധികം സന്തോഷിച്ചു. ജന്മത്തോടു കൂടിയുള്ള ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ചപ്പോൾ നന്ദ മഹാരാജ് ഒരുപാട് സന്തോഷത്തോടുകൂടി ദക്ഷിണയായിട്ട് 1,00,000 പശുക്കളെ ദാനമായിട്ട് നൽകി. കണക്കിന് രത്നങ്ങളും സ്വർണ നാണയങ്ങളും ഒക്കെ ബ്രാഹ്മണർക്ക് ദാനമായിട്ട് നൽകി. ഈ സംഗീത വിദ്വാൻമാരൊക്കെ അവരുടെ വാദ്യോപകരണങ്ങൾ വായിച്ചുകൊണ്ട് നൃത്തം ചെയ്യുകയായിരുന്നു. പശുക്കളെ എല്ലാം അവരുടെ മേലിൽ പട്ടുവസ്ത്രം കൊണ്ട് അലങ്കരിച്ചിരുന്നു. അവരുടെ കൊമ്പുകളിലെല്ലാം സ്വർണം കൊണ്ട് അലങ്കരിച്ചിരുന്നു. നന്ദമഹാരാജിനൊരു മകൻ ജനിച്ചു എന്ന് അറിഞ്ഞിട്ട് വൃഷഭാനുവും കലാവതി ദേവി വലിയൊരു ആനപ്പുറത്ത് എഴുന്നള്ളി നന്ദമഹാരാജിന്റെ കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. അവരെല്ലാവരും നൃത്തം ചെയ്തു, പാട്ടുപാടി. ഗോപന്മാർക്കെല്ലാം വലിയ സന്തോഷമായി. എന്നിട്ട് പറയുക, ആ കുട്ടിയെ നോക്കുമ്പം തന്നെ നമ്മുടെ ജീവിതം സഫലമായി നമുക്ക് തോന്നുകയാണ്. ഗോപികമാരെല്ലാം അവരുടെ ഹൃദയം, അവരുടെ മനസ്സ്, അവരുടെ ദേഹം മുഴുവൻ പ്രത്യേക ഒരു ആനന്ദം അവർക്ക് അനുഭവിക്കാൻ പറ്റിയായിരുന്നു. അവർ എന്തൊക്കെയോ ഉപഹാരങ്ങൾ കൊണ്ട് നന്ദമഹാരാജിന്റെ ഭവനത്തിലേക്ക് എത്തുകയാണ്. വീണ്ടും വീണ്ടും ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള മുഖത്തെ ഇങ്ങനെ തടവിക്കൊണ്ടിരുന്നു. ശുഭചിഹ്നങ്ങളായിട്ടുള്ള ധാന്യങ്ങൾ കൊണ്ട്, പിന്നെ കടുക്, ഉപ്പ്, ഇതെല്ലാം കൊണ്ട് കണ്ണുകൂടാതിരിക്കാൻ ഭഗവാൻ ഇങ്ങനെ ഒഴിയുമായിരുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ ഭഗവാന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു, ആ കൊച്ചുകുട്ടിക്ക് വേണ്ടി. ഗോപിയമാർ പറഞ്ഞു, ഇത്രയും സുന്ദരനായിട്ടുള്ള ഒരു കുട്ടിയാണല്ലോ, ഇത്രയും ഭാഗ്യവാനായിട്ടുള്ള കുട്ടിയാണല്ലോ നീ ജന്മം നൽകിയത്. നീ ധന്യായി. ഈ താമരക്കണ്ണനെ വളരെ സൂക്ഷിക്കണം. എത്ര മനോഹരമായിട്ടാണ് അവൻ ചിരിക്കുന്നത്, എത്ര സുന്ദരനാണ്, അവൻ്റെ ആ കാർമുകിൽ നിറം എത്ര മനോഹരമാണ് എന്നൊക്കെ ഗോപിയമാർ പറയണം. അവരിവിടെ ഭഗവാൻ കൃഷ്ണൻ, പരമദിവ്യോത്തം പുരുഷനായ ഭഗവാൻ വ്രജത്തിൽ വന്ന ഉടനെ എല്ലായിടത്തും ശുഭശബ്ദങ്ങൾ മാത്രമേ കേൾക്കാൻ പറ്റുമായിരുന്നു. എല്ലാവരും അതീവ സന്തോഷത്തിലായി. യശോദാമ്മ പറഞ്ഞു, ഇതെല്ലാം നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം കൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ലഭിക്കട്ടെ. നോക്കണേ, അവരിവിടെ ഭഗവാൻ കൃഷ്ണൻ, പരമദിവ്യോത്തം പുരുഷനായ ഭഗവാൻ വ്രജത്തിൽ വന്ന ഉടനെ എല്ലായിടത്തും ശുഭശബ്ദങ്ങൾ മാത്രമേ കേൾക്കാൻ പറ്റുമായിരുന്നു. എല്ലാവരും അതീവ സന്തോഷത്തിലായി. അന്നേരം ആ ഗോപന്മാരും ഗോപിയമാരും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടുകൂടി വെണ്ണയും പാലും തൈരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുമായിരുന്നു. കാരണം അവർ വെണ്ണയും പാലും തൈരും ഒക്കെ വെച്ച് ഹോളി കളിക്കുകയായിരുന്നു. അന്നേരം വലിയ മുതിർന്ന വ്യക്തികളൊക്കെ ആ തൈരിൽ കാല് സ്ലിപ്പായിട്ട് വീഴുകയും ചെയ്തു എന്ന് പറഞ്ഞു. അന്നേരം ഇത് കണ്ടിട്ട് എല്ലാവരും ചിരിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അവർ എഴുന്നേക്കും. അന്നേരം വീണ്ടും അവരെ തള്ളി താഴെ ഇടും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തൈരും പാലും വെണ്ണയൊക്കെ എടുത്ത് എറിയുമായിരുന്നു. അത്രയ്ക്ക് സന്തോഷത്തിലായിരുന്നു വ്രജവാസികളെല്ലാം. എന്നിട്ട് അതീവ പണ്ഡിതന്മാരായിട്ടുള്ള അവരെല്ലാം പല പല പുരാണങ്ങളിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും എല്ലാം പല പല ശുഭശ്ലോകങ്ങൾ ഉരുവിടാൻ തുടങ്ങി. ആ ഓരോ വ്യക്തികൾക്കും 1000 പശുക്കളെയും പല പല വസ്ത്രങ്ങളും നന്ദമഹാരാജ് ദാനമായിട്ട് നൽകി. പല പല രത്നങ്ങളും കുതിരകളും ആനകളും ഒക്കെ. കപില ഋഷി, ശുഗദേവ ഋഷി, വ്യാസമഹർഷി, ഹംസൻ, ദത്തൻ, പുലസ്ത്യൻ, ബ്രഹ്മദേവൻ എല്ലാവരും അവിടെ ചെന്നു എന്ന് പറയുന്നു. ബ്രഹ്മദേവനും പ്രത്യേകതരം അതി ആകർഷകമായിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ച് ഒരു അരണ്യത്തിൽ, അവിടെ വാഹനമായ അരണ്യത്തിൽ അവിടെ വന്നു. ഭൂതഗണങ്ങളോടുകൂടി മഹാദേവൻ അവിടെ വന്നു. കാളപ്പുറത്ത് സൂര്യദേവൻ രഥത്തോടുകൂടി വന്നു. ഇന്ദ്രദേവൻ വന്നു. ഐരാവത്തിൽ വായുദേവൻ വന്നു. യമരാജൻ വന്നു. കുബേരൻ വന്നു. ചന്ദ്രദേവൻ വന്നു. അഗ്നിദേവൻ വന്നു. വരുണദേവൻ വന്നു. കാർത്തികസ്വാമി വന്നു. സരസ്വതി ദേവി വന്നു. എല്ലാവരും അവരവരുടെ വാഹനങ്ങളിലാണ് വരുന്നത്. ലക്ഷ്മി ദേവി വന്നു. ദുർഗാദേവി വന്നു. ഭൂമിദേവി സ്വയം ഒരു പശുവിന്റെ രൂപത്തിൽ വന്നു. നവഗ്രഹങ്ങൾ എല്ലാവരും അവിടെ വന്നു എന്നുള്ളതാണ്. പിന്നെ ശനിദേവൻ വന്നു. മെല്ലി രാഹു, കേതു എല്ലാവരും, ബുധൻ, ചൊവ്വ, വ്യാഴഗ്രഹം, നവഗ്രഹങ്ങളും എല്ലാവരും അകത്തോട്ട് കയറി. എന്നിട്ട് ആ എല്ലാ ദേവീദേവന്മാരും എന്നിട്ട് അവർ നേരെ കയറി സാഷ്ടാംഗം നമസ്കരിച്ചു ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിൽ, നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ. അവരെല്ലാം തറയും മുട്ടിച്ചു. എന്നിട്ട് വീണ്ടും വീണ്ടും അവരെല്ലാവരും ഭഗവാനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേവന്മാരെല്ലാം ഭഗവാനെ പല പല സ്തുതികളാൽ സ്തുതിച്ചു. എല്ലാവർക്കും അറിയാമായിരുന്നു ഒരു കുഞ്ഞിൻ്റെ രൂപത്തിലാണെങ്കിലും ഭഗവാനാണെന്ന്. അവരെല്ലാവരും ഭഗവാനെ സ്തുതിച്ചു.
അവരെ ഭഗവാൻ കൃഷ്ണനെ കുറേ നേരം ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി. അവർ വിചാരിക്കുന്നു, ഇത്രയും അഖിലകൂടി ബ്രഹ്മാണ്ഡ നായകൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൊച്ചുകുട്ടിയായിട്ട് അവതരിച്ചത്? അവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഭഗവാനെ കുറേ നേരം ബ്രഹ്മദേവനും ദേവന്മാർ ഋഷിമാരും എല്ലാവരും നോക്കി. പക്ഷെ ഭഗവാനെ കണ്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേകതരം ഭാവം, പ്രേമഭാവം ജാഗൃതമായി. അതിലവർ സംതൃപ്തരായി. അവരെല്ലാവരും അവരുടെ ലോകങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ്. ഹരേ കൃഷ്ണ.